നമസ്കാരം. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? റോബോട്ട് വിത്ത് എ വൈറസ് അല്ലേ. അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മക്കൾ മുഴുവൻ വീഡിയോ ഇരുന്ന് കാണണം കേട്ടോ. 1ാമത്തെ ക്വസ്റ്റ്യൻ, ദീസ് ആർ സം ഓഫ് ദി ഇവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി, റീഡ് ദം കെയർഫുള്ളി. നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലെ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്ററിലെ കുറേ സംഭവങ്ങളാണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നിട്ടുള്ളത്. നന്നായിട്ട് വായിക്കുക. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കീസ് പാരൻസ് പർച്ചേസ് ദി ബട്ട്ലർ റോബോട്ട്. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദി ബട്ട്ലർ റോബോട്ട്. റിക്കീസ് മദർ ഗീവ്സ് ഹിം chores to do around the house. Ricky starts taking better care of his possessions. Ricky decides to become a maximum efficiency boy. Ricky wakes up to find his room perfectly clean and tidy. Ricky follows the butler robot around the house to spy on it. Ricky catches the butler robot red-handed. Ricky becomes ashamed of how he treated his belongings. ഇത്രയും ലൈൻസാണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് എന്താ മനസ്സിലായത്? ഓർഡർ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒന്നാമത് പറയേണ്ടത് ഏത്, രണ്ടാമത് പറയേണ്ടത് ഏത് എന്നുള്ളത് കറക്റ്റായിട്ടല്ല നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഇറ്റ്സ് ഓർഡർ. നമ്മളെങ്ങനെ എഴുതണം? കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതണം. ഒന്നാമത്തത് എന്താണ്? റിക്കീസ് പാരൻസ് പർച്ചേസ് ദി ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്തത് ഒന്നാമത്തത്. രണ്ടാമത്തത് റിക്കീസ് മദർ ഗീവ്സ് ഹിം chores ടു ഡു അറൗണ്ട് ദി ഹൗസ് അല്ലേ, അമ്മ കുറേ ജോലി കൊടുത്തിട്ട് പോകും. മൂന്നാമത്തത് റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. നാലാമത്തത് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഇതിൻ്റെ ഒന്നും അർത്ഥം പറയാത്തത് എന്താണ്? ഇത് പഠിപ്പിച്ച ചാപ്റ്ററാണ്. അഞ്ചാമത്തത് റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് അഞ്ചാമത്തത് റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദി ബട്ട്ലർ റോബോട്ട്. 6 റിക്കി ഫോളോസ് ദി ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദി ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. 7 റിക്കി ക്യാച്ചസ് ദി ബട്ട്ലർ റോബോട്ട് റെഡ്-ഹാൻഡഡ്. 8 റിക്കി ഫോളോസ് ദി ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദി ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. 9 എന്താണ്? ഒൻപതാമത്തത് റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. 10 റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഇത് പഠിപ്പിച്ചതായതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പറയാത്തത് കേട്ടോ. അത് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഇനി നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബവ്. മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു ഇവൻറ്റ്സ് സെൻറ്റൻസ് നമ്മളിപ്പോൾ എഴുതിയില്ലേ, ഇത് ഇത്രയും യൂസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതിയില്ലേ, അത് വെച്ചിട്ടങ്ങ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? ഇത് തന്നെ മതി, അഡീഷണൽ പോയിൻറ്റ്സ് വേണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പം എന്തെങ്കിലും ബട്ടോ അങ്ങനെയൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. റിക്കീസ് പാരൻസ് bought a butler robot to help at home. Then Ricky's mother gave him chores to do. One day, Ricky woke up to find his room perfectly clean, but his favorite t-shirt and football were missing. Ricky suspected the robot and complained to his parents about it. He secretly followed the butler robot and caught it red-handed, hiding his things. When he realized how he had neglected his belongings, Ricky started taking better care of them. He decided to become a maximum efficiency boy. നമ്മൾ കുറേയൊക്കെ ആഡ് ചെയ്തല്ലേ. എന്തൊക്കെ ആഡ് ചെയ്തു? ഇതിൽ നമ്മൾ കുറേ വ്യത്യാസം വരുത്തിയിട്ടുണ്ടല്ലേ. എന്തൊക്കെ വ്യത്യാസമാണ് വരുത്തിയത്? One day, Ricky woke up to find his room perfectly clean, but his favorite t-shirt and football were missing. Ricky suspected the robot and complained to his parents എന്നൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. He secretly followed the butler robot and caught it red-handed, hiding his things. When he realized
ഹൗ ഹി ഹാഡ് നെഗ്ലക്റ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. എങ്ങനെയാണോ അവൻ്റെ സാധനങ്ങളെ അവൻ എന്ത് ചെയ്തിരുന്നത്, നെഗ്ലക്റ്റ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എന്താ, ശ്രദ്ധിക്കാതിരുന്നത്. റിക്കി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിം. അതിനുശേഷമാണ് അവൻ അതിനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ദെൻ ഹീ ഡിസൈഡ് ടു ബിക്കം ആ മാക്സിമം എഫിഷ്യൻസി ബോയ്. കേട്ടോ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വലിയ വീഡിയോ ആയി പോകും. കേട്ടോ, മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദി എൻഡ്. റൈറ്റ് ദം ബിലോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും റിക്കിയുടെ സ്വഭാവത്തിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, റൈറ്റ് ദം ബിലോ. താഴെ നിങ്ങളത് എഴുതുക. എങ്ങനെ എഴുതണം? ആദ്യമേ റിക്കി എങ്ങനെ ആയിരുന്നു, ബിഫോർ എന്നും എഴുതണം, ആഫ്റ്റർ എന്നും എഴുതണം. ആദ്യം റിക്കി എങ്ങനായിരുന്നു? റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള കുട്ടി. റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. ലാസ്റ്റ് എന്തായി? ഇത് ഈ റോബോട്ട് വന്നതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം റിക്കി അങ്ങനെ ആയില്ലേ? ആയി. പിന്നെ റിക്കി വാസ് ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അവൻ്റെ ഹാബിറ്റ്സിലൊക്കെ ഭയങ്കര അശ്രദ്ധ, ഒന്നും ശ്രദ്ധിക്കത്തില്ല, അങ്ങനെ വലിച്ചു വാരി ചെയ്യുന്ന കുട്ടി. പിന്നെന്തായി? റിക്കി ഈസ് നീറ്റ് ഇൻ ഹിസ് ഹാബിറ്റ്സ്. നീറ്റ് ആയില്ലേ റിക്കി? ആയി. റിക്കി ഡിഡ്ന്റ് കീപ് ഹിസ് സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ വെക്കാറുണ്ടോ റിക്കി? ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി റിക്കി? റിക്കി കീപ്സ് ഹിസ് സ്കൂൾ ബാഗ് ഇൻ ദി സ്റ്റഡി റൂം. അങ്ങനെ ആയി അല്ലേ? നേരത്തെ റിക്കി എന്തായിരുന്നു ബിഫോറിൽ? റിക്കി ഡിഡിൻറ്റ് പുട്ട് ഹിസ് ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീനിൽ ക്ലോത്ത്സ് ഒന്നും ഇടില്ലായിരുന്നു. പിന്നീട് എങ്ങനെയായി? റിക്കി പുട്ട്സ് ഹിസ് ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ. നല്ല റിക്കി ആയി. ഇനി റിക്കി ഡിഡിൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദി ഹൗസ്. വീട്ടിലൊന്നും ശ്രദ്ധിക്കില്ല, ഒന്നും ചെയ്യില്ലായിരുന്നു റിക്കി. റിക്കി ഹെൽപ്സ് എ ലോട്ട് അറൗണ്ട് ദി ഹൗസ്. പിന്നീട് അങ്ങനെ ആയി മാറി, ഒരുപാട് സഹായിക്കാറായി മാറി. ഇനി ഇത്രയുമാണ് നമുക്ക് ബോക്സിൽ കൊള്ളിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനി എഴുതാം. എന്തൊക്കെ എഴുതാം? റിക്കി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ്. പിന്നെന്തായി? അതെങ്ങനെയായി? റിക്കി ബിക്കെയിം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി ഡിഡിൻറ്റ് വാഷ് ഹിസ് ടിഫിൻ ബോക്സ്. ബിഫോറിൽ. ആഫ്റ്ററിലോ? റിക്കി വാഷസ് ഹിസ് ടിഫിൻ ബോക്സ്. ബിഫോറിൽ റിക്കി ഡിഡിൻറ്റ് അയൺ ഹിസ് ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ആഫ്റ്റർ എന്താണ്? റിക്കി അയൺ ഹിസ് ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ഇത് വേണമെങ്കിൽ എഴുതിയാതെ കേട്ടോ. ഇനിയുള്ളത് കോൺവെർസേഷനാണ്. ആക്ടിവിറ്റി 3 എന്താണ്? റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദി റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. റിക്കി സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരനോട് എന്ത് പറഞ്ഞു? കൂട്ടുകാരൻ റോബിനോട് എന്ത് പറഞ്ഞു? എൻ്റെ അച്ഛനൊരു ബട്ട്ലർ റോബോട്ടിനെയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത് നോക്കാം. റിക്കി, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബ്രോട്ട് എ റോബോട്ട്. നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എൻ്റെ അച്ഛൻ എന്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു? എനിക്ക് റോബോട്ടിനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. റോബിൻ, വാട്ട്, ആ റോബോട്ട്? റിക്കി, യെസ്, എ ബട്ട്ലർ റോബോട്ട്. ഇറ്റ് ഡസ് ഓൾ ദി ഹൗസ് കോഴ്സ്. റോബിൻ, മൈ ഗോഡ്, ഐ കാൺ ബിലീവ് ഇറ്റ്. വാട്ട് എൽസ് ക്യാൻ ഇറ്റ് ഡു? പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? റിക്കി, ഇറ്റ് കുക്സ്, ക്ലീൻസ്, അയൺസ് യുവർ ക്ലോത്ത്സ് ആൻഡ് ഡസ് മെനി അതർ തിങ്സ്. റോബിൻ, യു ആർ വെരി ലക്കി ടു ഹാവ് ഇറ്റ്. അതിനെ കിട്ടാൻ നീ ഭാഗ്യവാനാ. റിക്കി എന്ത് പറയുന്നു? യേസ്, ഐ തിങ്ക് സോ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. നൗ ഇറ്റ് ഈസ് ലൈക്ക് മൈ ഫ്രണ്ട്. ഇപ്പോൾ അതെനിക്ക് എൻ്റെ ഫ്രണ്ടിനെ പോലെയാണ്. റോബിൻ, ഐ വോണ്ട് ടു മീറ്റ് ഇറ്റ് റിക്കി. എനിക്കും ഒന്ന് കാണണം അതിനെ. അപ്പോൾ റിക്കി എന്ത് പറയും? ഓഫ് കോഴ്സ്, കം വിത്ത് മീ ആൻഡ് ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. നീ എൻ്റെ കൂടെ വാ, നിന്നെ ഞാൻ അവന് പരിചയപ്പെടുത്തി കൊടുക്കാം. റോബിൻ എന്ത് പറയുന്നു? താങ്ക് യു റിക്കി, ലെറ്റ് us ഗോ. നമുക്കെന്നാൽ പോവാം റിക്കി, താങ്ക് യു എന്ന് പറയും. മക്കളെ, ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റ് വീഡിയോസിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. മക്കളെ, നിങ്ങൾക്ക് കോൺവെർസേഷൻ വേറെ രീതിയിൽ എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾ എഴുതണേ, ഇത് തന്നെ കോപ്പി ചെയ്യരുതേ. ആക്ടിവിറ്റി 4 എ പാർട്ട്. റീഡ് ദി ഫോളോയിങ് പാർട്ട് ഫ്രം ദി സ്റ്റോറി. സ്റ്റോറിയിലെ കുറച്ച് ഭാഗമാണ് നൽകുന്നത്. ഫാദർ എന്ത് പറയുന്നു? റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്സ് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ഉണ്ടോ? റോബോട്ട് എത്ര മനോഹരമായ സാധനമാണ്, അതെന്തൊക്കെ ചെയ്യുന്നു? റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കങ്ങനെ തോന്നില്ല. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അതെന്താ, ഒരുപാട് ദോഷമാണ് ചെയ്യുന്നത് ഗുഡിനെ കാട്ടി കൂടുതൽ. ഫാദർ എന്ത് പറയുന്നു? യു ആർ റോങ് റിക്കി, നീ പറഞ്ഞ തെറ്റാ. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. ഒരു റോബോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്നും നിനക്കറിയത്തില്ല. റിക്കി, ഐ കാണ്ട് എഗ്രി വിത്ത് യു. ഞാൻ സമ്മതിക്കില്ല, അച്ഛൻ പറഞ്ഞൊന്നും ശരിയല്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്.
കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ റോബോട്ട് ഒരു വലിയ പ്രശ്നമായി തീരും. നമ്മൾ പഠിച്ചതാണ്. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. ഞാൻ സമ്മതിക്കില്ല, അതങ്ങനെയല്ല, ഞാനിതൊന്നും കേൾക്കില്ല, ഞാനിതൊന്നും പറയില്ല, ഇങ്ങനെ നമ്മൾ ഡിസഗ്രി ഇല്ലേ, പറ്റില്ല, ഇല്ല, അങ്ങനല്ല, തെറ്റാണ് എന്നൊക്കെ പറയില്ലേ, അത് ഇതിനകത്ത് അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. യു ആർ റോങ്, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. ഐ കാൺട്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും ശരിയാണ് അല്ലെങ്കിൽ സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇത് ഇത്രയുമാണ് ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്നത് കേട്ടോ. ബി പാർട്ട് നോക്ക്. നൗ ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. ഇനി വീണ്ടും 2 പിള്ളേർ വന്നിട്ടുണ്ട്. പേരെന്താണ്? അതുലും അഞ്ജുവും. അവർ റോബോട്ടിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് നോക്ക്. അതുൽ, ഐ തിങ്ക് റോബോട്ട്സ് ആർ awesome. They can do many things that humans cannot. റോബോട്ട് നല്ലതാണ്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും റോബോട്ട് ചെയ്യുന്നുണ്ട്. അഞ്ജു, യെസ് അതുൽ, ഐ എഗ്രി. ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സ്റ്റേഴ്സ് ടു ദം ടു. അതിന് നല്ല കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ കുറേ കുഴപ്പങ്ങളും ഉണ്ട്. അതുൽ, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്. അത് ശരിയാണ്, എനിക്ക് മനസ്സിലായി. ബട്ട് ലെറ്റ് us ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. ആദ്യം നമുക്ക് അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ പറയാം. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്സ്. 24 മണിക്കൂറും, ആഴ്ചയിൽ 24 മണിക്കൂർ എന്ന് വെച്ചാൽ ആഴ്ചയിൽ എത്ര ദിവസമാണ് ഉള്ളത്? 7 ദിവസം. ഈ 7 ദിവസവും 24 മണിക്കൂറും അത് ജോലി ചെയ്യും. നമ്മളാണെങ്കിലോ 6 ദിവസം ജോലി ചെയ്താൽ 1 ദിവസം റെസ്റ്റ് എടുക്കണം എന്നല്ലേ? റെസ്റ്റ് എടുക്കൂലേ? ഞായറാഴ്ച നമ്മൾ അവധി എടുക്കും. റോബോട്ട് എടുക്കുമോ? ഇല്ല. യാ, ദാറ്റ് ഈസ് ട്രൂ. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ്, എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വെയർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. ഉണ്ടോ? അവർ എന്താണ്, അത് നീ പറഞ്ഞത് ശരിയാണ്. എന്താണ്, അത് വളരെ വലിയ ഹെൽപ്പറാണ്. റോബോട്ടിന് നല്ല ഹെൽപ്പേഴ്സ് ആവാൻ പറ്റും. പ്രത്യേകിച്ച് അവിടെ ഫാക്ടറീസിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ആർക്ക് ചെയ്യാൻ പറ്റും? റോബോട്ടിനെ ചെയ്യാനായിട്ട് പറ്റും. അത് എക്സാക്ട്ലി, കറക്റ്റ്. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ്പ് സീ ഓർ ഔട്ടർ സ്പേസ്. ഉണ്ടാവും മനുഷ്യന് കടന്നു ചെല്ലാനായിട്ട് ഡീപ്പ് സീയിൽ. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ടൈറ്റാനിക് തപ്പിപ്പോയില്ലേ? അതിൽ ആൾക്കാർ ജീവിച്ചോ? ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലും, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും, അല്ലെങ്കിൽ ഏറ്റവും അപകടം പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ മനുഷ്യൻ പോകുന്നതിനെക്കാട്ടിയും റോബോട്ട് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. മനുഷ്യൻ പോയാൽ അപകടം നമ്മുടെ ജീവനെ അപകടമല്ലേ? ഐ സീ യുവർ പോയിന്റ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ? എന്താണ്? നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ജോലികളെല്ലാം റോബോട്ട് ചെയ്താൽ എന്ത് ചെയ്യും? You have a good point there. That can be a disadvantage, but they can also create new jobs in the field of robotics. കണ്ടോ? അപ്പോൾ റോബോട്ട് നമ്മുടെ ജോലിയെല്ലാം ചെയ്താൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? അത് കറക്റ്റ് അല്ലേ എന്ന്, നീ പറഞ്ഞത് കറക്റ്റാണ് എന്ന് അവൻ പറയുകയാണ്. അതൊരു നെഗറ്റീവ് ആണല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും റോബോട്ടിന്? റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ ഒരുപാട് അവസരങ്ങൾ മനുഷ്യന് കൊണ്ടുവരാനായിട്ട് ആരെ കൊണ്ട് പറ്റും? റോബോട്ടിനെ കൊണ്ട് പറ്റും. ദാറ്റ് ഈസ് ട്രൂ, അത് ശരിയാണ്. ബട്ട് നോട്ട് എവരി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. പക്ഷെ എല്ലാവർക്കും റോബോട്ടിനെ വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇല്ല. ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അവരുണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ ഭയങ്കര പാടാണ്. അതുൽ, ഐ എഗ്രി. കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. ശരിയാ, കോസ്റ്റ്, അതിൻ്റെ വില ഭയങ്കര പ്രോബ്ലമാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, വയ്യാണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പറ്റാത്തവരുണ്ടാകും, പല പല തരത്തിലുള്ള വയ്യായികകളുള്ള ആൾക്കാരുണ്ട്. ഇവർ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇവരെ നോക്കാനുള്ള റോബോട്ടിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അസിസ്റ്റ് ചെയ്യാനുള്ള റോബോട്ടിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലേ? അഞ്ജു, യാ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈവ്സ് ഇൻ മെനി വേസ്. റോബോട്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? പലതരത്തിൽ നമ്മുടെ ജീവിതത്തെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? ദ സെൻറ്റൻസസ് അബോവ് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. ഇതും എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും കാണിക്കുന്നു. റൈറ്റ് ദ സെൻറ്റൻസസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ബോക്സ് ബിലോ. എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും അപ്പുറമായിട്ട് എഴുതുക. എന്നുവെച്ചാൽ എന്താണ്? സമ്മതിക്കുന്നതും സമ്മതിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. എഗ്രിമെൻറ്റ് എന്താണ്? ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. ഡിസഗ്രിമെൻറ്റ് എന്താണ്? ബട്ട് ദെയർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. ഇനി എഗ്രിമെൻറ്റ്സ് മാത്രം ഞാൻ എഴുതി പോവാണേ. ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അടുത്തത്, യാ, ദാറ്റ് ഈസ് ട്രൂ. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ്
വീണ്ടും എക്സാക്ട്ലി. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് that are dangerous to people. അടുത്തത് യു ഹാവ് എ ഗുഡ് പോയിന്റ് ദയർ. ആൻഡ് താഴെ ദാറ്റ് ഈസ് ട്രൂ. പിന്നീട് ഐ എഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അത് കഴിഞ്ഞാൽ യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേസ്. ഇതൊക്കെ എഗ്രിമെൻറ്റിൽ പെടും. ഡിസഗ്രിമെൻറ്റിൽ കുറച്ചുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ? ബട്ട് നോട്ട് എവറി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. ഇത് ഇത്രയും എന്താണ്? ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ഡിസഗ്രിമെൻ്റ് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത നോക്കിയേ 5. Let us conduct a debate in the class on we cannot live without mobile phones. Form 2 groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. എന്താ എളുപ്പമാണ്. എന്താണ്? നമുക്ക് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഒരു ഡിബേറ്റ് പരസ്പരം എന്ത് ചെയ്യുന്നു? സംവദിക്കാം. എന്തൊക്കെ പറയണം? ഒരാൾ മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങൾ പറയണം, മറ്റൊരാളതിൻ്റെ ദോഷങ്ങൾ പറയണം. അപ്പോൾ എന്നൊക്കെ ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ താഴെയുണ്ട്. ലെറ്റ് us ലിസ്റ്റ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. എയ്ക്കും ബിക്കും പല പോയിൻറ്റ്സ് പറയാം. ഞാനിവിടെ കുറച്ച് പോയിൻറ്റ്സ് ആണ് തരുന്നത് താഴെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ടുന്നത് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തും പറയാം, അതിൻ്റെ നെഗറ്റീവ് സൈഡ്സും പറയാം. നിങ്ങൾക്ക് തന്നെ പറയാം. കുറേ പോയിൻറ്റ്സ് ഞാൻ തരാം. യൂസ് ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇൻ്റർനെറ്റ് ആക്സസ് പറ്റും, എൻ്റർടൈൻമെൻറ്റ് പറ്റും, പിന്നെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ഷോപ്പിംഗ് ആൻഡ് ഫിനാൻസ്, ടെലിമെഡിസിൻ. എന്തൊക്കെയാണ്? ഇൻ്റർനെറ്റ് നമുക്ക് മൊബൈലിൽ കൂടെ പെട്ടെന്ന് ഉപയോഗിച്ചുകൂടെ? പറ്റും. നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് വീഡിയോസൊക്കെ കാണാൻ പറ്റില്ലേ? പറ്റും. പിന്നെ ഫോട്ടോ എടുത്തൂടെ? വീഡിയോ എടുത്തൂടെ? പറ്റും. പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്തൂടെ മൊബൈൽ വഴി? പൈസ അടച്ചൂടെ? ഫിനാൻസ്, പേടിഎം, ഗൂഗിൾ പേ, അങ്ങനെയൊക്കെ. പിന്നെ ഫെഡ് മൊബൈൽ ഒക്കെ. ടെലിമെഡിസിൻ നമുക്ക് വരുത്തിക്കൂടെ? പറ്റും. അബ്യൂസ് എന്തൊക്കെയുണ്ട്? വേസ്റ്റ് ടൈം, സമയം പോകും. ഐ പ്രോബ്ലംസ് ഉണ്ടാവും. മെമ്മറി ഇഷ്യൂസ്, മറവി ഉണ്ടാവുന്നുണ്ട്. റേഡിയേഷൻ ഭയങ്കരമാണ്. സൈബർ അറ്റാക്ക്. എന്താണ് സൈബർ അറ്റാക്ക്? നമ്മൾ ആ മൊബൈൽ വഴി കുറേ പേര് നമുക്ക് മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നു, പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നു, പല രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, വേണ്ടാത്ത സൗഹൃദങ്ങളിലേക്ക് ചെന്ന് കയറുന്നു. അങ്ങനെ കുറേ ഉണ്ട്. അഡിക്ഷൻ, നമ്മൾ അഡിക്റ്റായി പോകും. പിന്നെ എന്താണ്? കുറേ വേസ്റ്റുകളും ഉണ്ടാവും. അത് നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ. ഇത്രയും മതി മക്കളെ. നമുക്ക് ഇത്രയും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ഇതിന് തൊട്ട് പിറവേ തന്നെ അപ്ലോഡ് ചെയ്യാം. കാര്യം ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. തൊട്ട് പിറവിന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി ഞാനതും ഷൂട്ട് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് എഴുതിയെടുക്കുക കേട്ടോ.